ടോക്കൺ പോക്കറ്റ് വാലറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ടോക്കൺ പോക്കറ്റ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ അവിടെ മേലെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് ഐ ഹാവ് ആൻ അക്കൗണ്ട്, നോ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഐ ഹാവ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രസ്റ്റ് വാലറ്റിലോ അല്ലെങ്കിൽ മെറ്റാമാസ്കിലോ ഒക്കെ നിങ്ങൾ വാലറ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈവറ്റ് കീയോ അല്ലെങ്കിൽ 12 സീക്രട്ട് ഫ്രേസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീഓപ്പൺ അല്ലെങ്കിൽ മിറർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഐ ഹാവ് ആൻ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സീക്രട്ട് ഫ്രേസും കാര്യങ്ങളൊക്കെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി, വാലറ്റ് ഓപ്പൺ ആക്കാനായിട്ട് സിമ്പിളാണ്. പിന്നെ അതുപോലെ തന്നെ നോ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാലറ്റും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പുതുതായിട്ട് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നോ അക്കൗണ്ട്സിൻ്റെ അവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ HD വാലറ്റ്, മൾട്ടിസിഗ് വാലറ്റ്, കേപ്പാൽ ഹാർഡ്വെയർ വാലറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. HD വാലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ നെറ്റ്വർക്കിലോട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് HD വാലറ്റ് എന്ന് പറയുന്നത്. മൾട്ടിസിഗ് വാലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള രീതിയിൽ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന വാലറ്റാണ്. ഹാർഡ്വെയർ വാലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ആപ്ലിക്കേഷനോ കാര്യങ്ങളൊന്നും തന്നെ ആയിരിക്കില്ല, സെപ്പറേറ്റ് നമ്മളൊരു പെൻഡ്രൈവ് പോലത്തെ ഒരു സംഭവം വെച്ചിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന വാലറ്റാണ്. അത് കുറച്ച് സെക്യൂർഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ HD വാലറ്റിൻ്റെ ആ ഒരു സംഭവമാണ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു പേര് കൊടുക്കണം. കൊടുത്തതിന് ശേഷം പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് ഒരു ക്യാപിറ്റലും പിന്നെ 8 ക്യാരക്ടേഴ്സ് മിനിമം വേണം. പിന്നെ സ്പെഷ്യൽ ക്യാരക്ടർ ആശ അങ്ങനെയുള്ള സംഭവങ്ങൾ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. പേരിൻ്റെ കൂടെ എന്തെങ്കിലും നമ്പേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാഷ്ടാഗോ അങ്ങനെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഹിൻ്റ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കൊടുക്കാം, ഓപ്ഷനിലാണ്. അതിനുശേഷം റീഡ് ആൻഡ് അഗ്രി വിത്ത് യൂസർ അഗ്രിമെൻ്റ് എന്ന് പറയുന്ന സംഭവം ജസ്റ്റ് നിങ്ങൾ ടിക്ക് ഇട്ടതിന് ശേഷം ക്രിയേറ്റ് വാലറ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇവിടെ ഈ ഒരു പേജിലായിട്ട് അണ്ടർസ്റ്റുഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സീക്രട്ട് ഫ്രേസിൻ്റെ സംഭവങ്ങൾ ഓപ്പൺ ആക്കുന്നതിന് വേണ്ടിയുള്ള സംഭവം വരും. അപ്പോൾ ഈ ഒരു 3 ടിക്ക് നിങ്ങൾ ഇടണം. അതിനുശേഷം നിങ്ങൾ ഈ താഴെ കാണുന്ന ബട്ടണിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്കിവിടെ 12 വേർഡ്സ്, ഞാൻ 12 വേർഡ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ആ ഒരു സംഭവം നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അത് ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേറൊരു ഫോണിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കോപ്പി ചെയ്തിട്ട് എവിടെയെങ്കിലും നിങ്ങളുടെ മെയിലിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് തരാം. അപ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാലറ്റ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർഗറ്റ് ഓപ്ഷനോ അങ്ങനെയുള്ള പരിപാടികളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ ആ ഒരു 12 വേർഡ്സ് ജസ്റ്റ് എവിടെയെങ്കിലും ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം കംപ്ലീറ്റ് ബാക്കപ്പ് വെരിഫൈഡ് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു 12 വേർഡ്സ്, നേരത്തെ കണ്ട 12 വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യണം. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു 12 വേർഡ്സ് കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്തിട്ടുണ്ട്. എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കൺഫേം എന്ന് പറയുന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏത് നെറ്റ്വർക്കിലൊക്കെയാണ് നിങ്ങൾക്ക് വാലറ്റുകൾ കാര്യങ്ങളൊക്കെ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 59 വാലറ്റുകൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് BNBൻ്റെ മാത്രം മതി. അപ്പോൾ ആ BNBന് മാത്രം നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ കൺഫേം കൊടുത്തു. കൺഫേം കൊടുത്തു കഴിയുമ്പം നമുക്ക് ഈ ഒരു പേജ് കാണാം. അപ്പോൾ അതിൽ കൺഫേം കൊടുക്കാൻ വീണ്ടും ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഒരു BNBൻ്റെ വാലറ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ USDT അതുപോലെ BNB ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സെപ്പറേറ്റ് നിങ്ങൾക്ക് ഈ ഒരു നെറ്റ്വർക്കിൽ വരുന്ന കോയിൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സൈഡിൽ പ്ലസ്സിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഒരു നെറ്റ്വർക്കിലുള്ള കോയിൻസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൈഡിലെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു വാലറ്റിലോട്ട് സെപ്പറേറ്റ് ആ കോയിൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ടോക്കൺ പോക്കറ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോഴും പറയുകയാണ്, സീക്രട്ട് ഫ്രേസ് ആണ്. അത് നിങ്ങൾ എവിടെയെങ്കിലും എന്ത് ചെയ്യുക, സേഫ് ആയിട്ട് തന്നെ വെക്കുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.